ഹലോ, കുറ്റ്യാടി ചന്തയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളിന്ന് അങ്ങോട്ടേക്കാണ്. എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ജനുവരി 1 മുതൽ 7 വരെ. തുടക്കം തന്നെ കന്നുകാലി ചന്തയായിരിക്കും. പിന്നീട് നടോൾ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം തീരുന്നതോടുകൂടി ഈ ചന്തയും അവസാനിക്കും. ഇത് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവരവാണ്. ജസ്റ്റ് ഇതൊന്ന് കണ്ട് നമ്മൾ ചന്തയിലേക്ക് പിന്നെയും കയറി. ഇപ്രാവശ്യം കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ മരണക്കിണർ കാണാൻ വേണ്ടി കയറി. ഇത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇവർക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒരു നെഞ്ചെടുപ്പമായിരുന്നു. പിന്നെ കുട്ടികളെ കുറച്ച് റൈഡ്സെല്ലാം കയറ്റി. ഋദ്വി കരയെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവൾ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ മരണക്കിണറെന്ന് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ പിന്നെ ഡ്രാഗൺ ട്രെയിനിലും കയറി. ഋതുവിന് പിന്നെ ബോട്ടിൽ കയറണമെന്ന്. അവനിത് ഓടിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവൻ കൂളായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് വിടില്ലല്ലോ. പാനിപ്പൂരി എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോളിഫ്ലവറിൻ്റെ ബജ്ജി വാങ്ങി. പൊട്ടറ്റോയുടെ ഈ സാധനം വാങ്ങിയപ്പോൾ ഋദ്വി കൊള്ളി വരെ കുത്തിക്കേറ്റുവാണ്. പിന്നെ ഈ പിള്ളേർ കളി സാധനമൊക്കെ കാണുമ്പോൾ ഓരോന്നിനു വേണ്ടിയിട്ടുള്ള വാശിയും കളിയായിരുന്നു. എന്താണ് ഈ ബ്രോ ഇവിടുന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കിയപ്പോഴാണ് പിന്നീട് മനസ്സിലായത് ഇത് കുൽക്കി സർബത്താണെന്ന്. വെറുമൊരു കുൽക്കി സർബത്തല്ല, മെക്സിക്കൻ കുൽക്കി സർബത്ത്. ചോളമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ചന്തയിൽ നിന്ന് കറങ്ങി തിരിഞ്ഞത് കൊണ്ട് നമ്മൾക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഈ വെള്ളം കടന്നു വേണം അമ്പലത്തിലേക്ക് പോകാൻ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണത്തിനായിട്ട് നിന്നു. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് നേരെ ചന്തയിലേക്ക് അങ്ങ് വിട്ടു. നമ്മളുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല. പിള്ളേർക്ക് ഈ കളി സാധനമൊക്കെ കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഋതു ഒന്ന് വാങ്ങി പിന്നെ കുറച്ച് അങ്ങോട്ടെത്തി എന്തെങ്കിലും കാണുമ്പോൾ അതും വേണമെന്ന്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ പിടിച്ച് വിളിച്ച് കൊണ്ടുവന്നെയാണ് അവനെ. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഫാൻസി ഐറ്റംസൊക്കെ, ക്ലിപ്പൊക്കെ നല്ല ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രൈസിൽ തന്നെ. കമ്മൽ ഇപ്രാവശ്യം എനിക്ക് വലിയ ഇഷ്ടമായില്ല, അതുകൊണ്ട് കമ്മൽ വാങ്ങാൻ നിന്നില്ല. അധികം ഇവരുടെ അടുക്കൽ ഞാൻ വാങ്ങാറുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ മുട്ടായൊക്കെ ഉണ്ടായിരുന്നു, ബീഡി മുട്ടായി, നാണയ മുട്ടായി. പിന്നെ ചന്തയ്ക്ക് കാണുന്ന പ്രധാന ഐറ്റമാണല്ലോ ഇത്.